ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പൊന്നൂനെയും കൊണ്ട് ജൂഡ്സം പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നേ. ഗോതമ്പ് പുട്ടും മീൻകറിയുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ല കാലത്തൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് അത് രണ്ടും കൂടെ വരാറുള്ളൂ. ആർക്കെങ്കിലും ഈ കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇടിയപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് ഗോതമ്പ് പുട്ടും മീൻചാറും ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടാ. സൂപ്പർ ടേസ്റ്റാണേ. അപ്പം ഞാൻ ദേ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തോരണങ്ങൾ അകത്ത് ഇട്ടിരുന്ന തോരണങ്ങളൊക്കെ എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. വേറൊന്നുമല്ല, ഇന്നലെ ഫുൾ ഡേ ഞങ്ങൾക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇലക്ട്രിക് വയർ മാറ്റുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ അലക്കലൊക്കെ സന്ധ്യയ്ക്കായിരുന്നു. അപ്പോൾ രാത്രി ഇങ്ങനെ നനഞ്ഞത് അങ്ങനെ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അകത്ത് വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതേ അങ്ങനെ തുണിയൊക്കെ വിരിച്ച് വന്നിട്ട് അടുത്ത കലാപരിപാടികൾ തുടങ്ങണേണേ. നമ്മുടെ സ്റ്റാൻഡിലിരുന്ന പോട്ട്സൊക്കെ ഉണ്ടല്ലോ, ഇന്നറുള്ള പോട്ട്സ്, അതെല്ലാം കൂടി ഞാനെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് വാഷ് ചെയ്യണം. പുറമേ ഇരിക്കുന്ന ആ വൈറ്റ് പോട്ട് നന്നായിട്ട് ചെളിയൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അതും വാഷ് ചെയ്യണം. അതുപോലെ എല്ലാ ചെടികളൊന്നും നനയ്ക്കുകയും വേണം. അതിൻ്റെ ഇലകൾക്കൊക്കെ പൊടിയൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു വശത്ത് അലക്കലും ഒരു വശത്ത് ചെടി നനക്കലുമായിട്ട് വെള്ളം ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണേ. ജൂഡ്സം വരുമ്പോൾ അത്യാവശ്യം നല്ലത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒന്നും മിണ്ടൂല കേട്ടോ, അതെൻ്റെ ഭാഗ്യം പോലെ ഇരിക്കുവേ. ഇപ്പം ഞാൻ അകത്തുള്ള ചെടികൾ മാത്രമാണ് കേട്ടോ നനയ്ക്കുന്നത്. വഴിയിൽ നട്ടിരിക്കുന്നതിന് ഇന്നലെ വൈകുന്നേരം ജൂഡ്സം നനച്ച കാരണം ഞാൻ ഇപ്പം നനയ്ക്കണില്ല കേട്ടോ. ഇന്നത്തെ പരിപാടികൾ ഇത്രയേ ഉള്ളൂ.